എല്ലാ സക്സസ്ഫുൾ വിഷനിന്റെ പിന്നിലും സ്ട്രോങ് ലീഡർഷിപ്പും ക്ലിയർ പേർപ്പസും ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് entrepreneurship, innovation, sustainability എന്നിവയിൽ സ്ട്രോങ് ഫുട് പ്രിന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. Yes, please welcome Mr. E.K. Markar, Managing Director, Clean Hub Pollution Control Systems Private Limited, Managing Partner, Iver LLP. Mr. Markar, please on stage. Welcome, sir. Watermark Water Lab, Watermark Support Hub, Mac and Mac Industries LLP, Olo Chemicals, Fibermark LLP, എന്നിവ പോലെ പല pioneering initiatives associated ആണ് sir. We are so proud to have you here tonight. എല്ലാം തന്നെ advanced water solutions ഉം sustainability-യും focus ചെയ്യുന്നതാണ്. So, may I request Mr. A.K. Markar to deliver the inaugural address to the gathering tonight. Yes. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Sir, on stage. Thank you for your wonderful introduction. It is a great pleasure to stand in front of you today on behalf of IVR. ജലം അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മുടെ കുടിവെള്ളത്തിനായിരുന്നാലും മറ്റ് ആവശ്യങ്ങൾക്കാണെങ്കിലും കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും വെള്ളത്തിൻ്റെ കാര്യം നമുക്കിത് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. അത്രമാത്രം മലിനമായ ഒരവസ്ഥ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ പോയിന്റിലാണ് കോട്ടക്കൽ വളരെ എളിയ രീതിയിൽ ഞങ്ങൾ വാട്ടർമാക് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങി. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് വാട്ടർ ടെസ്റ്റിംഗ് ലാബിലൂടെ വാട്ടർ പ്യൂരിഫയറും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും തുടങ്ങി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും ഹോസ്പിറ്റൽസിൻ്റെ ഡയാലിസിസിന് വേണ്ട RO പ്ലാന്റുകൾ തൊട്ട് ETP STP ഏറ്റവും ആധുനിക രീതിയിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല ടെക്നോളജിയും അഡ്വാൻസ്ഡ് സിസ്റ്റംസും പ്ലാന്റുകളും മാത്രം പോരാ. ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിൽ അറിവുള്ള പരിചയസമ്പന്നരായ സ്കില്ലുള്ള വാട്ടർ പ്രൊഫഷണൽസിൻ്റെ ലഭ്യത അത് നമുക്ക് വലിയൊരു പ്രോബ്ലമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാനിനപ്പുറത്തേക്ക് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ട മാൻ പവറിനെ ലഭിക്കുക എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കാണുന്നില്ല. ഇവിടെ എൻവയോൺമെൻറ്റൽ സയൻസും മൈക്രോബയോളജിയും എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്ലാന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ കാണുന്നില്ല. ഇവിടെയാണ് ഐവർ എന്ന ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ആലോചിക്കുകയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവരെ ചേർത്ത് വിളിച്ചുകൊണ്ട് ഐവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റൽ റിസർച്ച് LLP എന്ന ഒരു സംരംഭം ഞങ്ങൾ തുടക്കമിട്ടു. കാരണം നമുക്ക് ഇന്ന് ഈ ഐവർ എന്ന സ്ഥാപനം ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആൻഡ് വേർ വി ക്യാൻ ഡിസ്കസ് ദ വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റൽ റിസർച്ച്. അത്തരത്തിൽ ഒരുപാട് മേഖലകൾ ഇതിൽ കടന്നു പോകുന്ന രീതിയിലാണ് ഈ സംരംഭം അല്ലെങ്കിൽ ഐവർ ഞങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്.
ഇവിടെ നമുക്ക് വെള്ളത്തിന്റെ അവസ്ഥ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിന്റെ അവൈലബിലിറ്റിനെ കുറിച്ച് നമ്മൾ പറയും. മോർ ദാൻ 70% വെള്ളം ഭൂമിയിൽ ഉണ്ടെങ്കിലും 2.5% വെറും 2% വെള്ളം മാത്രമാണ് ലോകത്ത് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്. ഇതാണെങ്കിൽ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ പുറമെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ STP പോലെയുള്ള സംവിധാനങ്ങൾ 30% താഴെ മാത്രമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ 72,000 കോടി ലിറ്റർ പെർ ഡേ വേസ്റ്റ് വാട്ടറിൻ്റെ ആണ് ഇന്ന് നമ്മുടെ ഈ കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കാൻ തള്ളിവിടുന്നത്. ഇതൊരു ഏകദേശ കണക്കാണെങ്കിലും ഇതിലും ഞെട്ടിക്കുന്നതായിരിക്കും അത്തരം കാര്യങ്ങൾ. അപ്പോൾ ആ സബ്ജക്റ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. റെസ്പെക്റ്റഡായുള്ള രാമേശ്വർ സാറ്, അതേപോലെ ഇവിടെയുള്ള അനു സാർ, ഇവിടെയൊക്കെ ഇതിനെ പബ്ലിക് അഡ്രസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഈ ഐവർ എന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം സ്വാഭാവികമായിട്ടും വരും? നമ്മുടെ നാട്ടിലെ പഠിക്കാനുള്ള വിഷയങ്ങളും സ്ഥാപനങ്ങൾക്കും ഒരു കുറവില്ല. പക്ഷെ ഇവിടെ ഐവർ ഇവിടെ വെക്കുന്നത് ഒന്ന് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഡിസൈൻ തൊട്ട്, അതായത് സിവിൽ എഞ്ചിനീയേഴ്സ് തൊട്ട് ഇതിന്റെ പ്ലാന്റ് എക്സിക്യൂഷനിൽ ടെക്നിക്കൽ സൈഡിലുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഓട്ടോമേഷൻ സിസ്റ്റം. ഇപ്പോൾ ഏറ്റവും നൂതനമായ ആശയം എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ ഓൺലൈൻ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ഇത് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിട്ട് ഇവർക്കൊക്കെ ഒരു അഡീഷണൽ സ്കിൽ എന്നുള്ള രീതിയിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വളരെ സഹായമാകുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. ഇതിന് പുറമെ വാട്ടർ ക്വാളിറ്റി അനാലിസിസ്, ഇതിൽ മൈക്രോബയോളജി, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ആ തരത്തിൽ എൻവിറോൺമെന്റൽ റിസർച്ചിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ഇത്തരം കോഴ്സുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ക്വാളിഫൈഡ് ഹാൻഡ്സ് ആണെങ്കിൽ മറ്റ് താഴെ തട്ടിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ പ്ലാന്റുകൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പല പ്ലാന്റുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നല്ല ഇൻഡസ്ട്രികൾ അവർ വാട്ടർ സോഴ്സുകളെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ആ പ്ലാന്റുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഇവിടെ ഈ പരാതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവർ നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ ഇതിന്റെ ഓപ്പറേറ്ററായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ സ്ഥാപനത്തിൽ ഏതെങ്കിലും താഴേക്കടയുള്ള ഒരു ജോലിക്കാരനോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വെക്കും. അവന് മറ്റൊരു ജോലി കിട്ടുന്ന സമയത്ത് അവന് ഇത് റിസൈൻ ചെയ്തു പോകും. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് ഈ പ്ലാന്റിന് കംപ്ലൈന്റ് ആയിരുന്നു, ഈ മേഖലയിൽ നടത്തുന്നവർക്കും പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ പ്ലാന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന താഴെ തട്ടില് വെള്ളത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ പ്രോസസ് എന്താണ് എന്ന് അവർക്ക് ഓൺ ജോബ് ട്രെയിനിങ് പ്ലാന്റുകളെ കൊണ്ടുപോയി കാണിച്ച് സാധാരണക്കാരനായ, അതായത് +2 ലെവലിലുള്ള കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ പഠിക്കാനും അവരുടെ ഒരു സ്കിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന തരത്തിൽ പ്ലാന്റ് ഓപ്പറേറ്റേഴ്സ് കോഴ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിലെ എല്ലാ തുറയിലുള്ള ആളുകൾക്കും അവർക്ക് യോജിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ ഇതിൻ്റെ റെക്കഗ്നീഷൻ പാർട്ട് ചോദിക്കാം. ഞങ്ങൾ സ്കിൽ ഇന്ത്യയുടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിലാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ഫിൻഡോ സാറാണ് അതിൻ്റെ കൺസൾട്ടൻ്റ് സാറുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു റെക്കഗ്നീഷനും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തരം ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ
അവർക്ക് ജോലി എവിടെ കിട്ടുന്നില്ലായിരിക്കും അടുത്ത ചോദ്യം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റാണ്. ഇവിടെ എൻ്റർപ്രണർഷിപ്പിനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്, തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയും നമ്മൾ പിന്നെ റെഡ് ഓഷ്യനിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കും. പക്ഷെ മാർക്കറ്റിൽ 73% മോർ എന്താണ് ടാപ്പ് ചെയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹ്യൂജ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ഒരു നമുക്ക് ചോദിക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ള നമ്മുടെ ഈ ഒരു സംരംഭം എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഫീൽഡിലുള്ള ആളുകൾ. അപ്പം നിലവിലുള്ള സംരംഭകരെ അവരുടെ സ്കില്ല് ബിൽഡ് ചെയ്യാനും അവരുടെ പുതിയ എംപ്ലോയീസിനെ കണക്ട് ചെയ്യാനും ഈ തരത്തിലുള്ള കോഴ്സുകൾ പ്രയോജനപ്പെടും. ഇനി മറ്റൊന്ന് നമ്മൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഐവർ തന്നെ തിരഞ്ഞെടുക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഐവർ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമല്ല, ഞങ്ങളുടെ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഫീൽഡിലുണ്ട്. ഞങ്ങളുടെ ടെക്നിക്കൽ ട്രെയിനിങ് ഹെഡ് എന്ന് പറയുന്നത് 34 വർഷത്തോളമായി ഈ ഫീൽഡിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്ലാന്റുകളും, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പ്ലാന്റ് അടക്കം ഗുജറാത്തിലെ ഡൽഹിയിലൊക്കെ ചെയ്യുന്ന രാജേഷ് സാറിനും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ഒരു ഫിസിക്കൽ ഒരു അസുഖം കാരണമാണ് വരാൻ പറ്റാത്തത്. സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മേഖലയിൽ ഒട്ടുമിക്ക എല്ലാ പ്ലാന്റുകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇതാണ് ഐവറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. താങ്ക് യു. I express my sincere gratitude to my parents who are here. അവരുടെ ഒരു അവരാണ് ശരിക്കും എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിലുള്ളവർ. അതേപോലെ എൻ്റെ സ്ഥാപനത്തിൻ്റെ എൻ്റെ ടീമുണ്ട്, അവരുടെ കഠിനാധ്വാനമാണ് ഈ എളിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭത്തെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതേപോലെ എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, ഈ ഇവിടെ വന്നിട്ടുള്ള നാല് വ്യക്തികൾ, അനൂപ് മേനോൻ സാർ നമ്മുടെ ഒരു ബ്രാൻഡ് അംബാസഡറായി, അത് വളരെ സന്തോഷത്തോടു കൂടി സാർ അത് ഏറ്റെടുത്തു. നമ്മുടെ ശങ്കർ സാറിൻ്റെ ഒരു ബ്രദർ തന്നെയാണ്. ആ രീതിയിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തെ കൊണ്ട് നടന്നത്. രാഹുൽ ഈശ്വർ സാറ് പേഴ്സണൽ കണക്ഷൻസ് ഒന്നുമില്ല, പക്ഷെ എങ്കിലും ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും. അനിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ BNI മെമ്പേഴ്സിന് ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ട്രാൻസ്ഫോർമേഷൻ്റെ നേർരേഖയാണ് സത്യത്തിൽ ഞാനും നിൽക്കുന്നത്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംരംഭകരെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ അനിൽ സാറിൻ്റെ ആ ഒരു പ്രവർത്തനം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ശ്രീന്ദർ സാറ്, ബിനോയ് സാറ്, ഈ ഒരു ശ്രമത്തിൻ്റെ തുടക്കം നമ്മുടെ ഷാജിയാണ്, അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും, കോട്ടക്കലിൽ നമ്മുടെ അന്വേഷണം സ്വീകരിച്ച എൻ്റെ കുട്ടിക്കാലമുള്ള എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ അഗീതമായ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കുകയാണ്. ഒരു ക്ലോസിംഗ് എന്നുള്ള രീതിയിൽ ഫൈനൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധർമ്മമുണ്ട്. അത് എന്ത് നമ്മളിവിടെ ജീവിച്ചു പോയി എന്നുള്ളതിന് നമ്മുടെ ഒരു സിഗ്നേച്ചർ, എന്ത് നമുക്ക് അടുത്ത തലമുറക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ വാട്ടർ റിസോഴ്സിനെ അത് സംരക്ഷിക്കേണ്ടതും അടുത്ത തലമുറക്ക് നല്ല കുടിവെള്ളം എത്തിക്കാനും അതോടൊപ്പം അവർക്കൊരു തൊഴിൽ മാർഗമോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പോ സാഹചര്യം
ഒരുക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഐവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഇതുകൂടാതെ ഞങ്ങൾ ചെറിയ 2 ശ്രമം കൂടെ നടത്തുന്നുണ്ട്. അതൊന്ന്, നമുക്ക് കേരളത്തിന് ലിറ്ററസിയിൽ നമ്മൾ മുന്നിലാണ്, കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ നമ്മൾ മുന്നിലാണ്. പക്ഷേ ഇതുകൊണ്ട് അതേപോലെ വാട്ടർ ലിറ്ററസി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് ഞങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ വാട്ടർ ലിറ്ററസി പ്രോഗ്രാം എന്ന ഒരു ആശയം തുടർന്ന് നടത്താൻ വാല്യൂ ദ ഡ്രോപ്ലെറ്റ് എന്നുള്ള പേരിൽ ഒരു ചാനൽ പബ്ലിക്കിന് വാട്ടർ റിലേറ്റഡ് ഇഷ്യൂസുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ചാനലും കൂടെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഈ സംരംഭത്തിൽ നമ്മളെല്ലാവരും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Thank you, sir, for introducing to us the vision for IVER. It's truly inspiring, and I think this is a moment to introduce to all of us our brand ambassador. ഒരു ബ്രാൻഡിന്റെ വോയിസ് സ്ട്രോങ് ആവുന്നത് അതിന്റെ വാല്യൂസ് truly believe ചെയ്യാൻ ഒരാൾ റിപ്രസെന്റ് ചെയ്യുമ്പോഴാണ്. യെസ്, സോ ഇപ്പോൾ വളരെ പ്രൈഡോടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ ബ്രാൻഡ് അംബാസഡർ, Indian actor, director, scriptwriter, Mr. Anoop Menon. Yes, and we are going to see a profile, wonderful video of Anoop sir for all of us to come on screen. Right on stage for you, ladies and gentlemen. The brand ambassador of IVER here on stage, and we would love to hear a few words from you. And on request, we are going to have the grand launch first, so that you all witness this beautiful ad that is prepared for you tonight. Let us play and talk about it soon after. Namaskaram. Sorry for being late. I can blame it on the traffic of Ernakulam. പക്ഷേ അതല്ല, എറണാകുളത്ത് സാധാരണ 6 എന്ന് പറഞ്ഞ എഴുതുകയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം. 6 നീയൊക്കെ വരുന്നത് ഞാൻ ജീവിതത്തിൽ വിചാരിക്കുന്നില്ല. 5 വന്നോ? ആര് പറഞ്ഞിട്ട്? സോ IVER ഇതൊരു അടിപൊളി പരിപാടിയായിട്ടാണ്. മൊത്തത്തിൽ ഇതിന്റെ ഇവിടെ വന്നപ്പോ എനിക്ക് 2 പേപ്പർ കൊണ്ടുവന്നു. പരിശീലിക്കുകയാണ് വായിച്ചത്. അത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നത്. എനിക്കത് മനസ്സിലായില്ല. ഒന്ന് കണ്ണൂർ എടുക്കാൻ ഇപ്പൊ ചെറുത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പ്രസംഗം അങ്ങനെയായി. എന്റെ അറിവിൽ ഭൂമിയുടെ അദ്ദേഹം പറഞ്ഞതിലാണ് ഞാൻ ക്യൂ എടുക്കുന്നത്. ഭൂമിയുടെ 71% വെള്ളമാണ്. ആ വെള്ളത്തിന്റെ 2% കുടിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ലോകത്തിലെ 80% രോഗങ്ങളും ഉണ്ടാകുന്നതും വെള്ളത്തിൽ നിന്നാണ്. എന്നിട്ടും അതുപോലെ കേരളത്തിൽ ഇത്രയധികം നദികളും ഇത്രയധികം തടാകങ്ങളും ഫ്രഷ് വാട്ടർ റിസോഴ്സും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് ശങ്കർ അത് എഴുതി ആഡ് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എന്നിട്ടും നമുക്കിന്നും ഒരു വാട്ടർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല ഇന്നലെ വരെ. അതുകൊണ്ട് തന്നെ ഈ ദിവസം എന്ന് പറയുന്ന ദിസ് highly momentous occasion, highly important occasion. കാരണം
each human being present here is going to witness the birth of a pioneer, of a legend of sorts. Either this is not the launch of a brand. This is not the launch of a brand, but the threshold of a movement to propagate, a movement to preserve, and a movement to purify. The elixir of life, water. ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓഫീസിലേക്ക് മരക്കാർ സാർ കയറി വരുമ്പോൾ I endorse so many brands. So I'm used to the whole ruckus. So usually when a brand association meeting happens, you know the drill. You see the person coming up with a ill-fitting suit and an eagerly summoned fancy shoe just to show off what his brand is. ഇവിടെ ഒന്നുമില്ല, ഒരു സാധാ ഷർട്ടും അത് മുണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആശങ്കയിൽ വന്നു മിസ്റ്റർ മരക്കാർ. And actually then and there, out of the pure clarity and purity of intention that came through, I knew I would be the brand ambassador of this brand. Even halfway through the conversation that I had with this man, he didn't tell about the institute. He didn't pontificate about his vision. അദ്ദേഹം ആകെ ചെയ്തത് വെള്ളം അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ അടുത്ത തലമുറ, how much we should educate our children, the generation that is coming up. നേരത്തെ അവിടെ ഇരുന്ന് എനിക്ക് പാട്ട് വേണം എന്ന് പറഞ്ഞ ആ പൊടിച്ചെറുക്കൻ ഉൾപ്പെടുന്ന തലമുറയ്ക്ക് വെള്ളം എന്താണ്, വെള്ളത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് എന്നോട് പറയുകയാണ് മരക്കാർ സാർ ചെയ്തത്. Which kind of floored me and that got me hooked to this brand. Later on, when we were shooting for the ad shot by the inimitable, brilliant, creative mind called the Shankar Ramakrishnan. You just saw that. I shouldn't be telling about my own ad, but still. But Shankar's ad shooting on Bringiprana, I got notched up by the tagline when I was reading the script. The tagline was, "Learn to purify." ശുദ്ധീകരിക്കാൻ പഠിക്കുക. ശുദ്ധീകരണത്തിന്റെ പഠനം എന്തൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. It kind of aligns with all the socio-political, socio-religious, social commentaries that are out there for us to purify. നമ്മൾ ശുദ്ധീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. എങ്കിലും what we get is something very tangible, something very material in front of us. ജീവന്റെ ആദ്യ കണിക ജലം, അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് തുടങ്ങാം എന്നുള്ള വളരെ നോബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. So I loved it. And this is, as I said earlier, നമ്മളിതെല്ലാം തന്നെ ചെയ്യുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആസ്പിറേഷന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, this no longer becomes a brand association. This becomes that beautiful white salute to a revolution that is going to be. ഇവിടുത്തെ ഓരോ കുഞ്ഞും ഇതറിയണം. ഞാൻ ദുബായിൽ ആഡ് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്ന് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം, ഇവിടെ എത്രമാത്രം ഈ എന്താ പറയുക ലിറ്ററസി, വാട്ടർ ലിറ്ററസി വീട്ടിൽ തുടങ്ങണമെന്നാണല്ലോ. അപ്പൊ നമ്മൾ എത്രമാത്രമാണ് നമ്മൾ കുടിക്കുന്ന ജലം കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി I just conducted a research. ഇങ്ങനത്തെ കാര്യം കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്കെല്ലാം. നോക്കുമ്പോൾ
we are still drinking polluted water. At the cost of being immodest, I will say we all are drinking contaminated water, especially ഇതുപോലെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് കോൺക്രീറ്റ് ചെങ്കലിൽ നമുക്കിതല്ലാതെ നമ്മുടെ മേലെ നിൽക്കുന്ന ടാങ്കിൽ ഒരു തവണ നമ്മൾ പോയി നോക്കിയാൽ we will know what kind of water we are drinking and what kind of water we are going to preserve for the next generation. അവിടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി വരാനിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്ന പാഠങ്ങൾക്ക് പ്രസക്തിയും പ്രാധാന്യവും ഏറുന്നത്. So I'm proud to be part of IVA and I'm proud to be here today in the presence of such an august audience. Thank you so much. Thank you so much, sir. ഈ campaign നിങ്ങളുടെ പ്രസൻസും വോയിസും വളരെ സ്പെഷ്യൽ ആൻഡ് മീനിങ്ഫുൾ ആണ്. And it is now the time to invite the director of IVA's ad. ഇനി ഈ ഡയറക്ട് ചെയ്ത ഐവറിന്റെ വിഷൻ നമുക്ക് മനസ്സിലാക്കിച്ച് തന്ന ബഹുമാനപ്പെട്ട ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ മിസ്റ്റർ ശങ്കർ രാമകൃഷ്ണൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Yes, to tell us more about this wonderful ad that you've directed for IVA. Thank you so much. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ആദരപൂർവ്വം നന്ദി പറയുന്നു. നമ്മൾ ഈ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ആദ്യ ഇവൻ്റാണ്. അതായത് 2 മാസം വേൾഡ് വാട്ടർ ഡേ മാർച്ചിൽ വരുന്നത് വരെ നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ക്യാമ്പയിൻ. അതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഈ ഇവൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു നന്ദി കുറിക്കലാണ്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു അടുത്ത 2 മാസം പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സംഗീത പ്രേമികളും, പാട്ട് വേണമെന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ്, പാട്ട് വേണമെന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ പാടാൻ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഏറ്റുപാടാൻ വേണ്ടി ഞങ്ങളൊരു ആന്തം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ പ്രൊഫഷണൽ സിംഗേഴ്സ് വരെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ആന്തം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജൊനാഥൻ ബ്രൂസ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ സന്തോഷമാണ്. അപ്പോൾ അത് പാടിയിരിക്കുന്ന കുട്ടിയുണ്ട്. ഇന്ന് പുലർച്ചെ 3:30 മണിക്കാണ് കുട്ടി സ്റ്റുഡിയോയിൽ നിന്ന് പാടി. അത് നമ്മൾ ഇത് ഒരു ഫസ്റ്റ് സോങ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല, ഇത് ഹൃദയത്തിൽ നിന്ന് പാടിയിരിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ പാട്ട് വേണമെന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഐവറിന് വേണ്ടിയിട്ട്, ഈ മൂവ്മെന്റിന് വേണ്ടിയിട്ടൊരു ആന്തം നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും ഭൂമിയിൽ വെള്ളം ഉപയോഗിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു ആന്തം. Then we will talk about it. Please play the anthem. This because he needs to go, and also Rahul, I want you to flag off this campaign with Jonathan, and the singer is also here. പ്രിയപ്പെട്ട ശ്രീ അരുൺമേനോൻ, ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, അനുപേട്ടെന്ന് ശങ്കരേട്ടെന്ന് വിളിച്ചാൽ സ്ത്രീ ചേർത്ത് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സില. പ്രിയപ്പെട്ട ശ്രീ മരക്കാർ സർ, it's often said the next world war will be the world war for water. വെള്ളത്തിന് വേണ്ടിയുള്ള മഹായുദ്ധമായിരിക്കും അടുത്ത നടക്കുന്നതാണ്. മൂവി ഫീൽഡിൽ ഐ തിങ്ക് ജെയിംസ് ബോണ്ട് മൂവി ക്വാണ്ടം ഓഫ് സോളസ് അത് അഡ്രസ് ചെയ്യുന്നത് ഈ വാട്ടർ ഇഷ്യൂ ആണ്. അപ്പോൾ ഒരുപാട് നല്ല വാട്ടർപ്രണേഴ്സ്, നമുക്കിപ്പോൾ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, എജ്യൂപ്രണേഴ്സ് ഉണ്ട്, അതേപോലെ വാട്ടർപ്രണേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ. And this is an absolute basic must. And I had a great opportunity to meet Parvati and connect you, Paris Issue and connect you. It's a great initiative. കാര്യം നാളെ ഏത് രംഗത്ത് നമ്മൾ മുന്നേറിയാലും വെള്ളമില്ലാതെ മുന്നേറാൻ പറ്റില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. ഇതാണ് ഈ വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാനമാണ്. ഇന്നും ശാസ്ത്രജ്ഞർ ജീവൻ അന്വേഷിക്കുമ്പോൾ ജലമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അതായത് ബാക്കി പ്ലാനറ്റ്സിൽ എവിടെ ജലമുണ്ടോ അവിടെ ജീവനുണ്ടെന്നാണ്. ആ ജലത്തെ വരും തലമുറകൾക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാനുള്ള മരക്കാർ സാറിന്റെയും ഐവറിന്റെയും ഒക്കെ ഇനിഷ്യേറ്റീവ് ഈസ് ഓൾവേസ് ഗ്രേറ്റ്. താങ്ക്സ് ടു അനൂജി and a person like Sri Shankar Ramakrishnan. ഇത് ജനങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. May we preserve water for our future generations. God bless.
Thank you, sir, for these thought-provoking words, and I would like to call back on stage Mr. Parakar, and also to present this memento to sir. I would like to call Mr. Frinto Francis on stage. Mr. Parakar, yes, stage here. So, Mr. Frinto Francis, Skill India consultant, handing over NSGC certificate to Parakar sir. Thank you. Thank you very much, sir. We would love to hear a few words from you, sir, on this. Thank you, Anupji, Ravili sir, Marikar sir, Shankar sir also. Marikar sir ആദ്യം എന്നെ തേടി വരുന്നത് സാധാരണ ഒരു സ്കിൽ ഇന്ത്യ കൺസൾട്ടന്റ് സ്കിൽ ഇന്ത്യ മിഷനോട് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒത്തിരി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാത്രമാണ് എന്നെ തേടി വരാറ്. മർക്കസ് സാറിന്റെ യാത്രയിൽ എന്നെ കണ്ടുമുട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വെള്ളമാണ്, ഇതെന്തെങ്കിലും ചെയ്യണം, ഇതിന് എന്തെങ്കിലും ഒരു അക്കാദമിക് ഏരിയ ഒരു അക്രഡിറ്റേഷന്റെ പാർട്ടുണ്ടോ എന്ന് പറയുന്നു. അപ്പൊ ഒരിക്കലും ഇത് അക്കാദമിക് പാർട്ടിലെ കൊള്ളിക്കാൻ ഞാനും നോക്കി, പിന്നെ അത് കണ്ടെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, സമയം വേണം, ഇത് പെട്ടെന്ന് നടക്കില്ല. എല്ലാവരും മനസ്സിലല്ലോ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന ട്രഡീഷണൽ കോഴ്സുകളായിട്ടുള്ള ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഏവിയേഷൻ, വാട്ടർ ഡിസ്, അങ്ങനത്തെ കുറെ പ്രൊഫഷണൽ കോഴ്സുകൾ വന്നിട്ടുണ്ട്. ആ ഒരു ഗണത്തിലേക്ക് ഈ വെള്ളത്തിന്റെ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഡൽഹിയിലുള്ള ആൾക്കാരോട് ഞാനിത് പറയുമ്പോൾ അവർക്കും ആദ്യം പിടിയിട്ടില്ല. ഈ വെള്ളം കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്? അതിനോടുകൂടി റിസർച്ച് സെന്റേഴ്സ് ഉണ്ട്, അവരാണ് അത് കൈകാര്യം. അവർക്ക് പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് എന്തുകൊണ്ട് വെള്ളം ചെയ്തുകൂടാ? ഇപ്പൊ ഈ അനുസാർ പറഞ്ഞ പോലെ ഈ വേൾഡ് തന്നെയാണ് അവിടെ നമ്മൾ സംസാരിച്ചത്. അപ്പോഴാണ് നമുക്കും അത് മനസ്സിലായത്, പെട്ടെന്ന് ഇതെന്തെങ്കിലും ചെയ്യാം എന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് തന്നെ സ്കിൽ ഇന്ത്യ മിഷനോട് ചേർത്ത് ഇത് വയ്ക്കുകയും. ഐ തിങ്ക് ഇത് ആദ്യത്തെ ഈ വെള്ളത്തിന് വേണ്ടി പ്രൈവറ്റ് എൻറ്റിറ്റി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ തിങ്ക് ഇന്ത്യയിലെ ഫസ്റ്റത്താണ്. പിന്നുള്ളതെല്ലാം ഗവൺമെന്റിന്റെ റിസർച്ച് സെന്ററുകളുണ്ട്. ട്രഡീഷണൽ കോളേജിൽ ഒരു ചെറിയ മൊഡ്യൂളായിട്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ഐ തിങ്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഞാൻ കുറച്ചുകൂടി ചെക്ക് ചെയ്തു. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ്, ഈ കോഴ്സ് മാത്രം റൺ ചെയ്ത് ഇങ്ങനത്തെ കോഴ്സുകൾ ഡിപ്പെൻസ് വെസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഫ്രഷ് വാട്ടർ ട്രീറ്റ്മെന്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ മണിക്കാർ സാർ എന്നോട് സ്വപ്നം പറഞ്ഞു, സാർ നമുക്ക് ഇതിൽ കുറച്ച് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ആദ്യം അവിടെ പറഞ്ഞു, നമുക്കൊരു 3 കൊല്ലം നടക്കട്ടെ, നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെയാണ് മണിക്കാർ സാറിനെ വിളിച്ചു പറഞ്ഞു, സാർ നമുക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഐവറായിരിക്കും ഈ കോഴ്സ് ഏത് കോഴ്സ് പഠിക്കണമെന്ന് ലൈക്ക് അവാർഡി ബോഡിയായി ചേഞ്ച് ചെയ്ത മോഡല് നമുക്ക് മാറ്റാനുള്ള സാധ്യത വന്നിട്ടുണ്ട്. എനിക്ക് ഞാനിവിടെ പേര് എന്നെ സ്വീകരിച്ചത് ശങ്കർ സാറാണ്. സത്യത്തിൽ ഞങ്ങൾ ആരുടെ കാണുന്നത്, പക്ഷെ ശങ്കർ സാർ എന്നെ എല്ലാ ദിവസവും കണ്ട പോലെ ഉണ്ട്. ആളെന്നോട് പറഞ്ഞു, സാർ നന്നായി ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. സത്യത്തില് ഒരു ബ്രാൻഡിന്റെ ലോഞ്ച് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഈ കൂടെ ബ്രാൻഡ് അംബാസഡറും അത് മെയ്ക്ക് ചെയ്തവരും കൂടെ നടക്കുന്ന ഒരു ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവര് ഈ ജേണിയില്, കാരണം ഞാൻ എനിക്ക് തോന്നുന്നു 3-4 മാസം മുന്നേ ഇത് മൈക്രോസാർ പറയുന്നുണ്ട്, ഞാൻ സാറിനെ കാണുന്നുണ്ട്, ഇവർ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഇവരൊന്നും കൂടെ നടക്കില്ല, അവരുടെ സമയം കഴിഞ്ഞ് പോവില്ലേ. പക്ഷെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും ശങ്കർ സാർ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് നടത്തുന്നു. അവരുടെ പരിപാടിയാണ് നടത്തുന്നത്. അപ്പൊ ഒരു ബ്രാൻഡിന്റെ കൂടെ ബ്രാൻഡ് അംബാസഡർ കൂടി നടക്കുമ്പോഴാണ് ആ പ്രൊഡക്റ്റിന് യഥാർത്ഥ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറുന്നത്. സാധാരണ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. താങ്ക് യു. പിന്നെ മർക്കസ് സാറിന്റെ കുടുംബം ഇവിടെ ഇതെല്ലാം സാധിച്ചത് അദ്ദേഹത്തിന്റെ ഫാദർ അല്ലെങ്കിൽ പാരന്റ്സ്, അവരുടെ മറ്റുള്ള ബന്ധുമിത്രാദികളെ, കൂട്ടുകാരെ എല്ലാവരെയും കണ്ടു. താങ്ക് യു.
ഇനിയും നമുക്ക് മുന്നേറാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ആശംസിക്കുന്നു. ഇനിയും ചെയ്യാനുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാനുണ്ട്. നമ്മളും കൂടി ഉണ്ടായിരിക്കും. താങ്ക് യു. Thank you, sir. And I would love to call the crew who's been working on this wonderful ad for us and calling on stage Mr. Jonathan Bruce, who is the music director and who has worked on the audiography of the ad for this campaign. Please come on stage, sir. And I would also love to call Mr. Vaishak, the editor of our campaign, and to honor both of them, we would love to have you, sir, Anup sir, on stage back to honor both of them and recognize their wonderful team. Yeah. So we would love to have Madhukar sir as well on stage because ഒരു സ്ട്രോങ് ടീമാണ് ഒരു ക്യാമ്പയിനിന്റെ ഏറ്റവും വലിയ strength. So we have to have you on stage back to honor both of them. Shankar sir, can we have you also on stage, please? The whole crew of the ad of Ivor tonight for you, honoring the crew, Mr. Jonathan Bruce, the director. And Mr. Vaishak. Yes, sir. ഒരു ചെറിയ വാക്കൊന്ന് സംസാരിക്കൂ, please, because we want to hear from you. You've been working in the background and tonight we are seeing your work. Shri Jonathan സംസാരിക്കില്ല, പാടുകയുള്ളൂ. So basically he's a rapper as well as he plays western. It's the first time he's getting on the stage to speak something, but I want you to be known because he's actually worked relentlessly to make this sound different. നമസ്കാരം. ഒരു വേദിയിൽ ഇങ്ങനെ പ്രതിനിധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അതേപോലെ അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനാൽ എന്നെ ഇവിടെ ക്ഷണിച്ച ശങ്കരാമകൃഷ്ണ ചേട്ടന് വളരെയധികം Hello, I'm so happy to be here. Another opportunity എനിക്ക് കിട്ടിയത്, and I thank Shankar sir who believed me in the last moment. The last moment എനിക്ക് files എല്ലാം കിട്ടുന്നു, so I just figured it out and he just trusted me. No one trusts me like that, so thank you. There are people who couldn't be here. In the name of all the crew members who supported us, I would like to call one more person representing Sohan Roy who facilitated our ad shoot. I would like to call Aries Entertainment Group Vice President. She will be here to represent. We will see Sohan Roy sir. We have actually him on screen, but we will just see it from his side, and we have somebody representing the team who actually supported us greatly in Dubai. What is our fundamental right and need for existence? But it is our responsibility to make sure that it is preserved for the next generation. I'm so happy to know that Vatnac Institute is creating a group of professionals for that purpose. Wish you all the best. And also I appreciate the efforts put by Mr. Shankar Ramakrishnan and Mr. Anup to create such a wonderful video. Thank you. Hello. Entrepreneurs ഒരുപാടുണ്ട്. അതിൽ സ്പെഷ്യൽ ആകുന്നവരാണ് വിഷണറീസ് ആയിട്ടുള്ള entrepreneurs. മർക്കസ് സർ അത്തരത്തിലുള്ള ഒരാളാണെന്ന് ഈ വീഡിയോകളിലും ഈ കേട്ടറിഞ്ഞതിലും മനസ്സിലാക്കും. ആ ഒരു വിഷണറി കോൺസെപ്റ്റ്
തനിക്ക് അടുത്തറിയാവുന്ന സമൂഹത്തിനും തനിക്ക് അകലത്തിലുള്ള ഒരു വലിയ സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റി അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് ഇക്കാര്യത്തിൽ ഇക്കാലത്ത് ഒരു വലിയ കാര്യം തന്നെയാണ്. ജലം എത്രമാത്രം അമൂല്യമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും പുതിയ പ്രോജക്റ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് സെൻറ്റർ, ഞാൻ എൻ്റെ അംഗൻവാടി തുടങ്ങുകയാണെങ്കിൽ 2-10 ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ, സോ 10-15 കൊല്ലം ഞാൻ വിവിധങ്ങളായ വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ട് ഞാൻ ആകെ കൂടി കേട്ടിട്ടുള്ളത് ജലം അമൂല്യമാണത് പാഴാക്കരുത്. ജലം എന്തുകൊണ്ട് അമൂല്യമാണ് എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ പോലെ ജലം എങ്ങനെ പ്യുവറായി കരുതണം, അടുത്ത തലമുറയ്ക്ക് പങ്കു കൊടുക്കണം എന്നാരും പറഞ്ഞിട്ടില്ല. അത് പാഴാക്കരുത് എന്നത് എങ്ങനെയായിരിക്കണം എന്നത് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തോട് ആരും പറഞ്ഞിട്ടില്ല. കുറച്ചുപേര് ജിയോളജിയും ജിയോഗ്രഫിക്കും പഠിച്ചവർക്ക് ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലേറ്റസ്റ്റ് ഇനിഷ്യേറ്റീവ് സ്കൂളുകളിലേക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ കരുതൽ നടപടികൾ എങ്ങനെയാണ്, കരുതൽ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള പ്രൂവൺ ആയിട്ടുള്ള അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാനും കാണിച്ച ആ ഒരു വിഷണറി മനസ്സിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 2 അവസാനങ്ങൾക്കും എല്ലാവരും ആശംസകളും നേരുന്നു. ഇതിനെ സംസാരിക്കേണ്ടത് സാറിലേക്കും പ്രിയമുള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംരംഭം നിങ്ങളെല്ലാവരും ഏൽക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു വലിയ ഉപകരണമായി പിടിക്കട്ടെ എന്ന് എൻ്റെ മക്കളും എല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.